നമുക്ക് നെക്സോൺ പരിചയപ്പെടാം. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് നെക്സോൺ കേട്ടോ. മോഡൽ എത്ര? 2020 മോഡൽ. 2020 മോഡൽ. ഓണർഷിപ്പോ സിംഗിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് ടോട്ടൽ ഓടിയിരിക്കുന്നത് കിലോമീറ്റർ അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമറിന് കംഫർട്ടായിട്ട് തോന്നുന്നില്ലെങ്കിൽ അവർക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാം. പേയ്മെന്റ് ഫുൾ കൊടുക്കും. നമ്മൾ ഫുൾ പേയ്മെന്റ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. വാറണ്ടി കൊടുക്കുന്നുണ്ട്, റിട്ടേൺ പോളിസി. എത്ര മോഡൽ വരുന്നത്? 2022 മോഡല്. ഓക്കെ, അപ്പൊ പുതിയ മോഡൽ വാഹനം ഉണ്ടോ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? അപ്പോ 11,000 കിലോമീറ്റർ. 11,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഓപ്ഷനോ? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ. IMT ആണ് വരുന്നത്. 2017 മോഡൽ ക്രെറ്റയാണ് വരുന്നത്. 17 മോഡൽ. ഡീസൽ പെട്രോളാ? ഡീസൽ ആണ്, ഓട്ടോമാറ്റിക്കും ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? മോഡല് 17. ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. ഓപ്ഷൻ ഏതായിരുന്നു? ഫുൾ വേരിയന്റ് ആണ് വരുന്നത്. ഏറ്റവും ഫുൾ. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുത്തൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എനിക്ക് ബോർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ട്രിവാൻഡ്രത്തുള്ള കാർ 24 കേട്ടോ. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമന്റ് ആയിട്ടും പേഴ്സണലായിട്ടൊക്കെ, ട്രിവാൻഡ്രത്ത് നിന്ന് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന്. ഇതന്ന് അവർക്കുള്ള ഒരു വീഡിയോ ആണ്. ട്രിവാൻഡ്രത്തുള്ള കാർ 24 നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഷോറൂമിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്, നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോന്ന് അറിയില്ല. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളൊരു വാഹനം പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ട് അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വാഹനം റിട്ടേൺ തരാം. അതിന്റെ ഫുൾ ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിലും വലിയ ഓഫർ ഏതെങ്കിലും ഷോറൂമിൽ കൊടുക്കും. അത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു പരസ്യം കേട്ടിട്ടുണ്ടാവും, 99 രൂപ ഡെയിലി മാറ്റിയേക്കാണ് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാന്നുള്ളത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രത്യേകത ഉള്ള ഈ വീഡിയോ ആരും സ്കിപ്പ് അടിക്കാതെ കണ്ടോളി. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്തോളൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. ട്രിവാൻഡ്രം കാർ 24ന്റെ റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടുള്ള മിസ്റ്റർ ജോർജ് ബ്രോ നമ്മളെ കൂടെ. ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് പരുത്തിക്കുഴിയാണ്, ട്രിവാൻഡ്രത്താണ് നമ്മുടെ വരുന്ന ലൊക്കേഷൻ വരുന്നത് തന്നെയാണ് വരുന്നത്. ഓക്കെ, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും, നമ്മൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഏകദേശം എത്ര വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്? നമുക്കിപ്പോൾ കറന്റ് 32 വാഹനങ്ങളാണ് നമ്മുടെ യാർഡിലുള്ളത്, ട്രിവാൻഡ്രം യാർഡിൽ. അതല്ലാതെ നമുക്ക് കൊച്ചിയിൽ യാർഡ് വരുന്നുണ്ട്. അവിടെ ഏകദേശം 150 തൊട്ട് 200 കാറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ബ്രോ, ഒരുപാട് ആഡുകൾ കണ്ടിട്ടുണ്ട് കാർ 24ന്റെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ മലയാള മീഡിയ പ്രേക്ഷകർക്ക് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ പറ്റുക? നമ്മളിവിടെ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്, നമ്മൾ 13 മാസത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ വണ്ടികൾക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ അത് നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് തരും. അതിനുശേഷം നമ്മൾ അത് വാങ്ങുവാണ്, അത് യൂസ്ഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും അല്ലേ. പക്ഷെ നമ്മളിവിടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ 7 ഡേ റിട്ടേൺ പോളിസിയാണ്. അതായത് നമുക്കൊരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമറിന് കംഫർട്ടായിട്ട് തോന്നുന്നില്ലെങ്കിൽ അവർക്ക് നമുക്ക് റിട്ടേൺ ചെയ്യാം. പേയ്മെന്റ് ഫുൾ കൊടുക്കും. നമ്മൾ ഫുൾ പേയ്മെന്റ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. വാറണ്ടി കൊടുക്കുന്നുണ്ട്, റിട്ടേൺ പോളിസി ഉണ്ട് അല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തോന്നുണ്ട്? 99 രൂപ മാറ്റി വെക്കാണ് ഒരു കാർ സ്വന്തമാക്കാന്ന് പറഞ്ഞത്. അതെ, 99 രൂപയുടെ ആ ഒരു പോളിസി എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു 2.5 ലക്ഷം അല്ലെങ്കിൽ ഒരു 2.5 ലക്ഷത്തിന്റെ താഴെ വരുന്ന വണ്ടികൾക്ക് നമുക്ക് ഈ ഒരു പോളിസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഡെയിലി കണക്ക് നോക്കുന്ന ഒരു 99 മാറ്റി വെക്കുമ്പോൾ മാസം ഒരു 3000 അല്ലെങ്കിൽ ഒരു 4000 രൂപ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു എമൗണ്ട് അവർക്ക് EMI ആയിട്ട് പേയ്മെന്റ് ചെയ്യാം. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇവിടെ ഫുള്ള് ലോണിൽ വാഹനങ്ങൾ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ലോൺ എല്ലാ വാഹനങ്ങളും ഇവിടെ ഈ കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ 650 സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 650 സിവിൽ സ്കോറും കാര്യങ്ങളും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിൽ അവർക്ക് 0 ഡൗൺ പേയ്മെന്റ് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. അപ്പൊ ഒരുപാട് ഓഫറുകൾ നൽകുന്ന ഏക ഷോറൂം ഏതാ ചോദിച്ചാൽ കാർ 24 നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും, ഉറപ്പായിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ചെറുവണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പ്രീമിയം സെഗ്മെന്റിലേക്ക് കടക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഒരു ഇയോൺ പരിചയപ്പെടാം. അത് എത്ര മോഡൽ വരുന്നത്? ഇത് 2016 മോഡൽ വരുന്ന വണ്ടിയാണ്, എറ പ്ലസ് അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? ഇത് നമുക്ക് 50,800 കിലോമീറ്റർ ആണ് കറന്റ് ഓടിയിരിക്കുന്നത്. ഓടിയില്ലല്ലേ? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കറന്റ് റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ ഹുണ്ടായിന്റെ? സർവീസ് ഹിസ്റ്ററി ആണ്. ഓക്കെ, ടയർ ഏകദേശം ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ നല്ല ഹൈ ക്ലാസ് ഇന്റീരിയർ ആണ്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്ന വേരിയന്റ് ആണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഈ വാഹനം നിങ്ങൾ പറഞ്ഞ 99 രൂപ മാസം മാറ്റിക്കാണ്, ഡെയിലി മാറ്റി വെക്കുവാണെങ്കിൽ 2.5 ലക്ഷം അല്ലെങ്കിൽ 2.70 വണ്ടികൾ നമുക്ക് സ്വന്തമാക്കാം അല്ലേ? അപ്പോൾ ഡെയിലി 99 രൂപ മാറ്റിക്കാണെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഇതിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ
273. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? മാക്സിമം ലോൺ നമ്മൾ ലോൺ ചെയ്യാം. വാറണ്ടി ഉണ്ടോ വണ്ടിക്ക്? വാറണ്ടി എക്സ്റ്റൻഡ് നമ്മൾ 13 മാസത്തെ കൊടുക്കുന്നത്. വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ ഓഫറുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡീസൽ റിഡ്സ് പരിചയപ്പെടാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് ഡീസൽ റിഡ്സ്. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കുറഞ്ഞ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ. ഇത് എത്ര മോഡല്? ഇത് 2012 മോഡലാണ്. 12 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് നമുക്ക് കറന്റ് 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഡീസലാണ്. ഒരു 20 ആ റേഞ്ച് മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും നമുക്ക് സിറ്റിയിൽ സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 16 തൊട്ട് 20 വരെ അല്ലെങ്കിൽ ഒരു 18 റേഞ്ച് എന്നുള്ളത് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നോർമൽ യൂസ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ. എന്തെങ്കിലും മേജർ ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റുകളോ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ലേശം റീപെയിൻസ് വന്നിട്ടുണ്ട്. ഡോർ സൈഡിലായിട്ടുള്ള റീപെയിൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ. ഗ്ലാസ് ഡോറുകൾ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഇന്റീരിയറുള്ള വാഹനമാണ്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഈ വാഹനത്തിന്? ഈ പ്രൈസ് ആസ്കിങ് വരുന്നത് 3,11,000 റുപ്പീസ് ആണ് വരുന്നത്. ഓക്കെ. ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മോഡൽ എത്രയായിരുന്നു? 2012 മോഡൽ അല്ലേ? ഓക്കെ. വാറണ്ടി കിട്ടില്ല വാഹനത്തിന്? കിട്ടും. നമുക്ക് വാറണ്ടി കിട്ടില്ല. ഏകദേശം ഫുള്ള് ലോണൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഈ പറയുന്ന ഒരു ബയ്യറിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് മാക്സിമം നമുക്ക് ലോൺ നമ്മൾ നോക്കും. അതിൽ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാസം ഒരു ചെറിയ തുക മാറ്റിക്കുകയാണെങ്കിൽ ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3 i20 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 4,75,000 മുതലാണ് ഇവിടെ i20ന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഫുൾ ഓപ്ഷൻ തന്നെ പരിചയപ്പെടാം. ഇത് എത്ര മോഡൽ ബ്രോ? 2015 മോഡൽ. ഡീസലാ പെട്രോളാ? പെട്രോളാണ് വരുന്നത്. ആസ്റ്റ മോഡലാണ് വരുന്നത്. ആസ്റ്റ ആണല്ലേ? പിന്നെ അതുപോലെ തന്നെ പെട്രോൾ എത്ര മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? നമുക്ക് യൂഷ്വലി എല്ലാ കാറുകളെ പോലെ തന്നെ 12 തൊട്ട് ഒരു 15 എന്നുള്ള റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് 4 ഡയമണ്ട് കട്ട്, അലോയ് വീൽസ്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരും അല്ലേ? അതെ. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുള്ളത്? നമുക്കിത് 71,000 ഓടിയിട്ടുള്ളത്. 2017 മോഡൽ. 15 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല? ആക്സിഡന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ. ഇപ്പൊ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റ് കവർ, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് നമ്മൾ ഫുൾ ഓപ്ഷൻ i20 ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 5,19 ആണ് ആസ്കിംഗ് പ്രൈസ്. 5,19,000 രൂപ. ഓക്കെ. അപ്പോൾ 4,75,000 വേണമെങ്കിൽ നോക്കുന്നവർ അതുകൊണ്ട്. അതുപോലെ തന്നെ വേറെ ഇത് എത്ര പ്രൈസ് ആസ്ക് ചെയ്യുന്നത്? 2017 മോഡല് ഹ്യുണ്ടായി എലൈറ്റ് സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. 1.2 ലിറ്റർ പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ വേരിയന്റ് അല്ലേ? ഇതിന് 5,27,000 റുപ്പീസ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട് ഈ വാഹനം? 65,000 കിലോമീറ്റർ. 65,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഹിസ്റ്ററി വാറണ്ടി ഒക്കെ കിട്ടൂലേ? തീർച്ചയായിട്ടും. ഈ ആടിലുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ വണ്ടികൾക്കും. ഓക്കെ. അപ്പോൾ അതിന്റെ കാര്യത്തിൽ വെറിയിടാവേണ്ട ആവശ്യമില്ല അല്ലേ? നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മോഡൽ കൂടിയ കുറച്ച് ലക്ഷറി ഒരു വാഹനം പരിചയപ്പെടാമല്ലോ. ഒരു സെഡാൻ വാഹനം. അത്യാവശ്യം യാത്രാ കംഫർട്ട്, ബിൽഡ് ക്വാളിറ്റി, ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് സ്കോഡ റാപ്പിഡ്. ഏതാണ് മോഡൽ? 2019 മോഡൽ സ്കോഡ റാപ്പിഡ് ആണ്. ഓപ്ഷനോ? ഫുൾ വേരിയന്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ. വാഹനം എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 65,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. വാഹനത്തെ എന്തെങ്കിലും മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്ക് അങ്ങനെ സ്ക്രാച്ചസ് ആയിട്ടുള്ള നോർമൽ ആയിട്ട് വരുന്ന കാര്യങ്ങളുള്ളൂ. അല്ലാതെ മേജർ ആക്സിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒന്നുമില്ല അല്ലേ? ഇപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, അലോയ് വീൽസ് തുടങ്ങിയ ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. സീറ്റ് കാറൊക്കെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇത് ഏകദേശം എത്ര മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ ആണ് വരുന്നത്. മൈലേജ് 12 തൊട്ട് 15 വരെയുള്ള പ്രതീക്ഷിക്കാമല്ലോ. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. നല്ല ലോണൊക്കെ പാസ്സാവുമല്ലോ? മാക്സിമം ലോണും കിട്ടുന്ന ഒരു വാഹനമാണ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത് നമ്മൾ? 7,45,000 രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന സെഡാൻ നമുക്ക് സ്വന്തമാക്കാം അല്ലേ? മോഡൽ കൂടിയ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സെഡാൻ വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അമേസ്, സ്വിഫ്റ്റ് ഡിസയർ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതാ ഇപ്പോൾ കാണിക്കാം? അടുത്ത സൈഡ് നമുക്കൊരു ബ്ലാക്ക് ക്രെറ്റ പരിചയപ്പെടാം അല്ലേ? മോഡൽ എത്ര വരുന്നത്? നമുക്കിത് 2017 മോഡൽ ക്രെറ്റയാണ് വരുന്നത്. 17 മോഡൽ. ഡീസൽ പെട്രോളാ? ഡീസലാണ്. ഓട്ടോമാറ്റിക്കും ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? മോഡൽ 17. ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. ഓപ്ഷൻ ഏതായിരുന്നു?
ഫുൾ വേരിയന്റ് ആണ് വരുന്നത്. ഏറ്റവും ഫുൾ SX ഓപ്ഷനിലാണോ? അതെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാണാൻ സാധിക്കും. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയർ കണ്ടോ, ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഫ്ലൈറ്റിലിരുന്ന് നമ്മളെ ഷോറൂമൊക്കെ നല്ലപോലെ കാണാൻ സാധിക്കും കേട്ടോ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കമ്പനി സീറ്റ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? അതെ. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഉള്ളൊരു ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്കിത് ആസ്കിംഗ് പ്രൈസ് വരുന്ന 9,42,000. 9,42,000. ലോൺ കിട്ടുമോ? കിട്ടും. ഏകദേശം എത്ര പാസ്സായി കൊടുക്കാം നമുക്കിവിടെ എല്ലാ വണ്ടികൾക്കും നമ്മുടെ കാർസ് 24-ലുള്ള യാർഡിലുള്ള എല്ലാ വണ്ടികൾക്കും നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എല്ലാ വണ്ടിക്കും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ? പിന്നെ വാറണ്ടി ഈ വാഹനത്തിനുണ്ടാവില്ലേ? പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13 മാസത്തേക്ക് നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് XUV 300 പരിചയപ്പെടാം അല്ലേ? ഇത് എത്ര മോഡല്? 2020 മോഡല്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 59,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ലേ? യെസ്. ഓക്കെ, ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL ഫോഗ് ലാമ്പ് ഒക്കെ പുറമെ കാണാൻ സാധിക്കുന്നുണ്ട്. റിയർ വൈപ്പർ, ഡീഫോഗറും സെൻസറും റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം കൂടിയാണല്ലേ? അതെ. ഇപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മൊത്തം ഒരു വൈറ്റ് കളറിലാണ് തീം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ്, സൺറൂഫ് വരുന്ന വേരിയൻ്റ് ആണ് കേട്ടോ. ബ്രോ എത്രയാണ് ആസ്ക് ചെയ്യുന്ന വണ്ടിക്ക്? 8,34,000. 8,34,000 രൂപയിൽ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു SUV സെഗ്മെന്റിലേക്കാണ് കടക്കാം. മഴ ആയതുകൊണ്ട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കൊടുക്കുന്ന സമയത്ത് പോളിഷ് ചെയ്ത് സെറ്റപ്പ് ആയി കൊടുത്തു വണ്ടി. തീർച്ചയായിട്ടും നമ്മൾ വണ്ടി ഫുള്ളി ക്ലീൻ ചെയ്ത് ഡീറ്റെയിൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ കസ്റ്റമറിന് പുത്തൻ പുതിയ വാഹനം ഡെലിവറി കൊടുക്കുന്ന കൊടുക്കാം അല്ലേ? ഓക്കെ, വാഹനം എത്ര മോഡൽ വരുന്നത്? 2017 മോഡൽ നിസാൻ ടെറാനോ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,02,000. ഓക്കെ, ഓണർഷിപ്പോ? സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ, ഈ വാഹനത്തിന് വാറണ്ടി അതുപോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, എയർ ബാഗ് കാര്യങ്ങൾ, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് 85 ആണോ എഞ്ചിന്? 110 110 ആണ് എഞ്ചിൻ വരുന്നത് അല്ലേ? ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത് നമ്മൾ? നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6,12,000. 6,12,000. ഏകദേശം എത്ര ലോൺ ചെയ്യാം നമുക്ക്? നമുക്കിത് ഫുൾ ലോൺ പേയ്മെന്റിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. 0 ഡൗൺ പേയ്മെന്റ് എടുക്കാം. തീർച്ചയായും. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. വാറണ്ടിയും കിട്ടും കേട്ടോ. നമുക്ക് നെക്സോൺ പരിചയപ്പെടാം. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് നെക്സോൺ കേട്ടോ. മോഡൽ എത്ര? 2020 മോഡൽ. 2020 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് ടോട്ടൽ ഓടിയിരിക്കുന്നത് 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 75,000 കിലോമീറ്റർ. ഇപ്പോൾ ഏതാണ് ഓപ്ഷൻ വാഹനം വരുന്നത്? ZX ആണ് വരുന്നത്. ഫുൾ വേരിയന്റ് ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതെ. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. DRLും വരുന്നുണ്ട് കേട്ടോ. റിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡീഫോഗർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, സെൻസർ വരുന്നുണ്ട്. കീലെസ് എൻട്രി കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല കിടുക്കാച്ചി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്രോൾ അല്ലേ? അതെ, പെട്രോൾ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും അല്ലേ? അതെ. ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,45,000. 7,45,000 രൂപക്ക് നമുക്കൊരു SUV സ്വന്തമാക്കാം. തീർച്ചയായിട്ടും. മാക്സിമം ലോണും കൊടുത്തൂടെ? മാക്സിമം ലോൺ, വാറണ്ടിയും കൊടുക്കാം അല്ലേ? ഓക്കെ, അടുത്തായിട്ട് നല്ലൊരു ബ്ലാക്ക് വെന്യൂ പരിചയപ്പെടാം. ബ്ലാക്ക് കളറിന്റെ ആരാധകർ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഈ വാഹനമായിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, വെന്യൂ എത്ര മോഡൽ വരുന്നത്? 2022 മോഡൽ. ഓക്കെ, അപ്പോൾ പുതിയ മോഡൽ വാഹനം ഉണ്ടോ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? അപ്പോൾ 11,000 കിലോമീറ്റർ. 11,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷനോ? ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. IMT ആണ് വരുന്നത്. IMT ആണ്. അപ്പൊ ഇനി ക്ലച്ച് ഔട്ടേണ്ട ആവശ്യമില്ല. വേണ്ട. ഓക്കെ, അപ്പൊ ക്ലച്ച് ഔട്ടി ആരടങ്ങാറാവേണ്ട. അപ്പൊ ലേഡീസിനൊക്കെ സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ 4 കിഡിലൻ കമ്പനി അലോയ് വീൽസ്, അതുപോലെ തന്നെ സൺറൂഫ്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, നല്ല കിടുക്കാച്ചി ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്ന ന്യൂ ഷേപ്പ് വെന്യൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ കീലെസ് എൻട്രി കാണാൻ സാധിക്കും. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പുത്തൻ പുതിയ വണ്ടി, ഒന്നും പറയാനില്ല. ഓക്കെ, വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, എത്രയാണ് ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്? IMT വാഹനത്തിന് 11,50,000. 11,50,000 രൂപ.
ഓക്കെ മാക്സിമം ലോണും കൊടുത്തൂടെ നമുക്ക്? മാക്സിമം നമ്മൾ ലോൺ കൊടുക്കാം. എലിജിബിൾ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് കാർ നമ്മൾ ഇറക്കുന്നത്. ഓക്കെ ടർബോ ആണോ വാഹനം? ടർബോ ആണ് വരുന്നത്. ഓക്കെ ഓക്കെ ടർബോ ആണ്. അപ്പൊ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ഇതൊന്നും അധികം നിൽക്കൂല. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. സെഡാൻ വാഹനം നോക്കുകയാണെങ്കിൽ അതിനായിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. പിന്നെ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല പുതിയ വണ്ടി ഇതാ കയറിക്കൊണ്ടിരിക്കുന്നത് വാഷിങ്ങിലും കൂടിയാണ് കേട്ടോ. ഓക്കെ ബ്രോ, നമുക്ക് ടോട്ടൽ ലോസ് അതുപോലെ തന്നെ ഫ്ലഡ്, മേജർ ആക്സിഡൻറ്റ്, സ്ട്രക്ചറൽ ഡാമേജ് ഉള്ള വാഹനങ്ങൾ ഉണ്ടോ ഇവിടെ? ഇല്ല, നമുക്ക് കാർസ് 24നെ സംബന്ധിച്ച് സ്ട്രക്ചറൽ ഡാമേജോ അല്ലെങ്കിൽ ഇടിച്ച വണ്ടികൾ അല്ലെങ്കിൽ ഫ്ലഡഡ് വണ്ടികളോ നമ്മളിവിടെ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നില്ല. ഗ്യാരണ്ടി പറഞ്ഞു. ഗ്യാരണ്ടി നമ്മളെ പ്രേക്ഷകർക്ക് ഇൻ കേസ് വണ്ടി ചെക്ക് ചെയ്യണം, കൂടുതൽ ഫർദർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സ്വന്തം മെക്കാനിക്കോ അല്ലെങ്കിൽ ഷോറൂമിലായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റി ഓക്കെ, അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരുമല്ലേ? ഇപ്പൊ നിങ്ങൾ ഏത് വാഹനം എടുക്കുകയാണെങ്കിലും അതിന്റെ ഓതറൈസ്ഡ് ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് 2021 മോഡല് വെന്റോ ആണ് വരുന്നത്. ഇതിന്റെ ഓണർ നമുക്ക് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് ആണ് വണ്ടി വരുന്നത്. ഡെലിവറിക്ക് ഉള്ള വണ്ടിയാണ്. ഇത് വയനാട്ടിലുള്ള ഒരു കസ്റ്റമർ ആണ്. അദ്ദേഹം ഈ വണ്ടി വന്ന് കണ്ടിട്ടുമില്ല, ഓടിച്ചിട്ടുമില്ല. ഇനി അദ്ദേഹം നേരിട്ട് വരുന്നതെന്ന് പറയുന്നത് ഈ വണ്ടി കൊണ്ടുപോകാനായിട്ട് വേണ്ടിയാണ്. പുള്ളിക്ക് വേണ്ടെന്നുള്ള എല്ലാ അസിസ്റ്റൻസും, അത് ലോൺ പ്രോസസ് ആണെങ്കിലും അല്ലെങ്കിൽ വണ്ടി ഇറക്കുന്ന കാര്യത്തിലുള്ള പേപ്പർ വർക്ക് ആണെങ്കിലും നമ്മുടെ സൈഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കില്ല. അപ്പൊ മൂപ്പര് വണ്ടി കണ്ടിട്ട് പോലും ഇല്ല, അത്രയും ട്രസ്റ്റ് ആയിട്ടാണ് മൂപ്പര് ഇവിടുന്ന് വാഹനം പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, മൂപ്പര് ഇതുവരെ വാഹനം കണ്ടിട്ടില്ല, ഡെലിവറി സമയത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ ദൂരമുള്ള കസ്റ്റമർ ആണെങ്കിൽ ധൈര്യമായിട്ട് വന്ന് എടുത്തോളി. ലോണും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും. 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് വാഹനം എടുക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ ആണ്. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നവർക്ക് ഒരുപാട് ഓഫേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്ന ഒരു ഷോറൂമാണ് കാർ 24. ചിലപ്പോൾ വില ഒരു 10-20 കൂടിയെന്നിരിക്കും, എന്നാലും വിശ്വാസത്തോടെ വർക്ക്ഷോപ്പിൽ കയറ്റണ്ടല്ലോ എന്ന ധൈര്യത്തോടെ കൂടി നിങ്ങൾക്ക് വാഹനം എടുത്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ വാഹനം എടുത്തിട്ട് നിങ്ങൾക്ക് വാഹനം തൃപ്തിയായില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാനുള്ള പോളിസി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഫണ്ട് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് കിട്ടരും ചെയ്യും കേട്ടോ. അപ്പൊ റേറ്റ് ഓവർ ആണെന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്യാൻ നിൽക്കരുത്. അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ വിശ്വസിച്ച് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ വീഡിയോന്റെ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് അതിൻ്റെ ആണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു കിടക്കാച്ചി എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.